വെൽക്കം ബാക്ക്. നമ്മൾ യൂഷ്വലി ഈ സ്നാക്ക് ഐറ്റംസിനൊക്കെ ആയിട്ട് ബ്രെഡ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ സൈഡ്സ് എല്ലാം കട്ട് ചെയ്തിട്ടാണ് ബ്രെഡ് യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത്. നമ്മൾ ഈ ബ്രെഡിൻ്റെ സൈഡ്സ് എല്ലാം സാധാരണ രീതിയിൽ ഒന്നെങ്കിൽ ബ്രെഡ് ക്രംസ് ആക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും, അതല്ലാന്നുണ്ടെങ്കിൽ അതിനെ കളയും. ഇതാണ് നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ളത്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ആ ബ്രെഡ് സൈഡ്സിനെ നമുക്ക് എങ്ങനെ ഒരു അടിപൊളി സ്നാക്ക് ആക്കാൻ പറ്റും എന്നുള്ളത് കാണിച്ചു തരാനാണ്. അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു സ്നാക്ക് ഐറ്റം കൂടിയാണ്. ആകെ കുറച്ച് ബട്ടർ, ബ്രെഡിൻ്റെ സൈഡ്സ്, പിന്നെ കുറച്ച് ഷുഗർ, ഇത്രയും ഐറ്റംസ് മാത്രം മതി നമുക്ക് ഈ ഐറ്റം റെഡിയാക്കാനായിട്ട്. അതിൻ്റെ പേരാണ് ബ്രെഡ് ചുറോസ്. ഇത് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ബ്രെഡ് ചുറോസ് എന്ന് പറയുന്നത്. ഒറിജിനലായിട്ടുള്ള ചുറോസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പിന്നീട് ഒരു എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ബ്രെഡ് ചുറോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം ബ്രെഡിൻ്റെ സൈഡ്സ് എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 4 വശവും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ നമ്മൾ യൂഷ്വലി സ്നാക്സിനൊക്കെ കട്ട് ചെയ്യാറുള്ളത്. ഞാനിവിടെ ഒരു 7 ബ്രെഡിൻ്റെ സൈഡ്സാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ ബ്രെഡിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഫ്രൈങ് പാനിൽ ബട്ടർ ഇട്ടിട്ട് നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പം അതിലേക്ക് ഈ ബ്രെഡ് പീസസ്, ഈ സൈഡ്സ് ഇട്ടിട്ട് ഫ്രൈ ആക്കുക. ഒരു വശം ഫ്രൈ ആയി വരുന്നേരം അതിനെ തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ 4 സൈഡ്സും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഷുഗർ കോട്ടിംഗ് നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് ഒരു കപ്പിൽ കുറച്ച് ഷുഗർ എടുത്തിട്ട് ഒരു 2 ഏലക്കായും 2-3 കറാമ്പൂവും ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഈ പൊടിച്ചെടുത്ത ഷുഗറിന് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന ബ്രെഡ് കോട്ട് ചെയ്തിട്ടെടുക്കാം. എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ കോട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ്. ഇതിൻ്റെ ടേസ്റ്റും തന്നെ എല്ലാവർക്കും ഇഷ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നെ കമൻറ്റ്സ് അറിയിക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.